കൊട്ടിക്കലാശത്തിന്റെ അവസാന ദിവസമായി ഇന്ന് കന്യാകുമാരിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസം വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കും. വിവരങ്ങളുമായി അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു തത്സമയം കന്യാകുമാരിയിൽ നിന്നും. അല്ലമീൻ, കന്യാകുമാരിയിലെ നമ്മുടെ വിവേകാനന്ദ പാറയുടെ തൊട്ടടുത്ത് മുകളിലോട്ട് പോയാൽ വലത്തെ സൈഡിൽ ഒരു ചായക്കടയുണ്ട്. നല്ല ചായ കിട്ടുന്ന കടയാണ്. രാവിലെ ഈ തണുപ്പത്തൊരു ചായയൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കാൻ രസമാണ്. എന്താണ് ഇപ്പോഴത്തെ കാലാവസ്ഥ? നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് എത്തുമ്പോൾ കാലാവസ്ഥ എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് വലിയ സുരക്ഷാ ക്രമീകരണം അവിടെയൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞുവെന്നാണ്. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അല്ലമീൻ? അരുൺകുമാർ, നല്ല കാറ്റാണ്, നല്ല സുഖമുള്ള കാറ്റാണ്. നമ്മൾ കടലിലേക്ക് ഇറങ്ങി കടലിലെ പാറക്കെട്ടുകൾക്ക് അടുത്തായിട്ട് നിൽക്കുകയാണ്. തൊട്ടടുത്താണ് വിവേകാനന്ദ പാറയും അതുപോലെ തന്നെ തിരുവള്ളൂരുടെ പ്രതിമയും ഒക്കെ ഉള്ളത്. 2 ദിവസം ഈ അന്തരീക്ഷത്തിലാണ് മോദി ധ്യാനമിരിക്കുന്നതെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. കാരണം നല്ലൊരു വൈബാണ്, നല്ല കാറ്റും കുളിരും. നേരത്തെ നമ്മൾ രാവിലെ സൂചിപ്പിച്ച പോലെ വന്നപ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മഴയൊക്കെ മാറി നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷേ നിയന്ത്രണമുള്ളതുകൊണ്ട് പല ആൾക്കാരെയും ഇങ്ങോട്ട് ഇറക്കിയിട്ടില്ല. എനിക്ക് പിന്നിൽ കാണുന്ന വിവേകാനന്ദ പാറയിലെ ധ്യാന കേന്ദ്രത്തിലാണ് വൈകുന്നേരത്ത് മോദി എത്തുന്നത്. 2 ദിവസം അവിടെയാണ് അദ്ദേഹം ധ്യാനമിരിക്കുന്നതും. തൊട്ടടുത്ത് തിരുവള്ളവരുടെ പ്രതിമയൊക്കെ ഉണ്ട്. കടലിൽ പതിവിന് വിപരീതമായി വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. നിരവധി ബോട്ടുകൾ ഈ വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റുമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ, അത് മറൈൻ ഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ നാവികസേനയുടെയും ഒക്കെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണം. അത് കടലിലും തീരത്തും ഒരുപോലെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. മോദി ഈ പറയുന്ന ധ്യാനത്തിന് വേണ്ടി വരുന്ന ഈ വിവേകാനന്ദ പാറ, അത് കടലിൽ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിരിക്കുന്നൊരു പാറ കൂടിയാണ്, ധ്യാന കേന്ദ്രം കൂടിയാണ്. സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന സ്ഥലമാണ്. അവിടേക്കാണ് പ്രധാനമന്ത്രി ഇത്തവണ എത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കരയിൽ എത്രത്തോളം സുരക്ഷയുണ്ടോ സമാനമായ സുരക്ഷ കടലിലും ഒരുക്കേണ്ട ഒരു ബാധ്യത സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതായാലും വൈകുന്നേരം 3:30 അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. 4:30 അദ്ദേഹം ഇവിടേക്ക് നമ്മുടെ കന്യാകുമാരിയിലേക്ക് എത്തുകയും ചെയ്യും. ശേഷം കന്യാകുമാരിയിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം ബോട്ടിലായിരിക്കും അദ്ദേഹം ഈ പാറയിലേക്ക് വരിക. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം കേദാർനാഥിൽ ധ്യാനത്തിനായി പോയപ്പോൾ പ്രത്യേകം അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു ഗുഹയും അവിടെ പ്രത്യേക സംവിധാനങ്ങളും സൗകര്യങ്ങളുമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രിക്ക് ധ്യാനമിരിക്കുന്നതിന് വേണ്ടി. ഈ 45 മണിക്കൂറിലേറെ നേരം ധ്യാനമിരിക്കാൻ കന്യാകുമാരിയിലേക്ക് എത്തുമ്പോൾ ഈ വിവേകാനന്ദ പാറയിലെ ധ്യാന കേന്ദ്രത്തിൽ അതിനുവേണ്ട പ്രത്യേകമായി സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഏറെ പ്രധാനമാണ്. അതിലും ഈ മണിക്കൂറിൽ മോദി അവിടെ നിന്ന് ധ്യാനം കഴിഞ്ഞ് മടങ്ങുന്നത് വരെ നമുക്ക് ആ വിവേകാനന്ദ പാറയിൽ നിന്നോ അല്ലെങ്കിൽ ആ ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധ്യമല്ല. മോദി മടങ്ങിയതിനു ശേഷം നമുക്ക് സാധിക്കുമെങ്കിൽ അതിനകത്തിരുന്ന് ആ മോദി ധ്യാനം ചെയ്ത, സ്വാമി വിവേകാനന്ദൻ ധ്യാനം ചെയ്ത ആ പ്രദേശത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിക്കാനാകും. കന്യാകുമാരി സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 2000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അരുൺ സുരക്ഷയ്ക്ക് വിനിയോഗിച്ചിരിക്കുന്നത്. ഏതാണ്ട് 8 ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിലാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ. അതിനോടൊപ്പം തന്നെ NSG ടീമും സുരക്ഷയ്ക്കായി ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാലാവസ്ഥ ഇതുവരെയും അനുകൂലമാണ്. തിരുവനന്തപുരത്തേക്ക് മഴയുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഹെലികോപ്റ്ററിലാണ് കന്യാകുമാരിയിലേക്ക് വരേണ്ടത്. തിരുവനന്തപുരത്ത് ഇന്നലെ വൈകുന്നേരവും ഉച്ച കഴിഞ്ഞൊക്കെ ശക്തമായിട്ടുള്ള മഴയും കാറ്റുമൊക്കെയായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഹെലികോപ്റ്ററിൽ മോദിക്ക് ഇങ്ങോട്ട് വരാനുള്ള യാത്രാ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളതടക്കം ഏറെ പ്രധാനമായൊരു ചോദ്യമാണ്. അങ്ങനെ വന്നാൽ അദ്ദേഹം റോഡ് മാർഗം വരുമോ, ഇനി മറ്റെന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്തുമോ എന്നുള്ളതൊക്കെ ഏറെ പ്രധാനമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് കന്യാകുമാരിയിലും തിരുവനന്തപുരത്തും കാലാവസ്ഥ അനുകൂലം തന്നെയാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഏതായാലും മോദിയുടെ ഈ ധ്യാനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളും ഉയർന്നു കഴിഞ്ഞു. DMK ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ള പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇത് രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു മതചിഹ്നങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് മോദി വോട്ട് പിടിക്കുന്ന മോദിയുടെ മറ്റൊരു തന്ത്രമാണ്, മറ്റൊരു രീതിയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതിലൊക്കെ എന്തെങ്കിലും നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. സാധാരണ ഈ കന്യാകുമാരിയിലൊക്കെ വലിയ തിരക്കാണ്. ഈ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കും ടൂറിസ്റ്റുകളുടെയൊക്കെ വലിയ നിരയും നമുക്ക് കാണാം. നമ്മൾ ഈ പല ഹോട്ടലുകളിലും പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ആളുകൾ കൂട്ടത്തോടെ മടങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. പല ഹോട്ടലുകളും ഈ നമ്മുടെ കടൽ ദൃശ്യങ്ങൾ, സീ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ സൂര്യാസ്തമയം സൂര്യോദയവും ഒക്കെ കാണാൻ പറ്റുന്ന വിധത്തിൽ പല ഹോട്ടലുകളും ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ള ആളുകൾ, ആ ഹോട്ടലുകളൊക്കെ ഈ സുരക്ഷാ ക്രമീകരണം കണക്കിലെടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ലാത്ത വിധത്തിൽ ആ നിലയിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഏതായാലും വൈകുന്നേരം 4:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തും. ഗസ്റ്റ് ഹൗസിൽ വന്നതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം കന്യാകുമാരിയിലേക്ക് വിവേകാനന്ദ പാറയിലേക്ക് ബോട്ടിംഗ് ഉണ്ടാവില്ലേ? ഉച്ചവരെ മാത്രമേ ഈ ബോട്ടിംഗ് ഉണ്ടാവുകയുള്ളൂ പൊതുജനങ്ങൾക്ക്?
പൊതുജനങ്ങൾക്ക് ഇപ്പോഴും ബോട്ടിംഗ് ഇല്ല അരുൺ. കാരണം വലിയ സുരക്ഷ ഉള്ളതുകൊണ്ട് തന്നെ ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നില്ല. നിരവധി ആളുകൾ ബോട്ടിങ്ങിനും ക്ഷേത്ര ദർശനത്തിനും ഒക്കെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ പോലീസ് മടക്കി അയക്കുകയാണ്. ഇനി അതല്ല ആരെങ്കിലും കൊണ്ടുപോകുന്നെങ്കിൽ തന്നെ ഈ പറഞ്ഞതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഡ്യൂട്ടിയുടെ ഭാഗമായുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ മാത്രമാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുമെന്ന് തോന്നുന്നു. ആ വിവേകാനന്ദ ധ്യാന കേന്ദ്രത്തിനടുത്തായിട്ടൊരു ടെൻറ്റ് കാണാം. അതിനടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയൊരു കൂട്ടം, ഒരു ക്രെയിനൊക്കെ നിൽക്കുന്നതിൻ്റെ ഭാഗത്തായിട്ട് വലിയൊരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാം. അത് സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ച്, കീഴുദ്യോഗസ്ഥരെ വിളിച്ച് മേലുദ്യോഗസ്ഥർ നിർദ്ദേശമൊക്കെ കൊടുക്കുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അങ്ങനെ പഴുതടച്ച ഒരു സുരക്ഷാ ക്രമീകരണം. ഇത് മാത്രമല്ല, മിനിഞ്ഞാന്ന് മുതൽ തന്നെ, ചൊവ്വാഴ്ച മുതൽ തന്നെ കന്യാകുമാരിയും പരിസരവും ഈ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും മേൽനോട്ടത്തിലും ഒക്കെയാണ്. പ്രധാനമന്ത്രി ഇവിടേക്ക് വരാൻ തീരുമാനിച്ചതിന് പിന്നാലെ അന്ന് മുതൽ തന്നെ നേരിയ തോതിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഇന്നിപ്പോൾ പൂർണ്ണമായും നിയന്ത്രണമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷേത്ര ദർശനത്തിന് പോലും കർശന നിയന്ത്രണമാണ്. ക്ഷേത്ര പരിസരത്തേക്ക് വരാം, പക്ഷേ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നതിനോ കന്യാകുമാരി ദേവിയെ നേരിട്ട് കണ്ട് ദർശനം നടത്തുന്നതിനോ ഇന്ന് അനുമതി ഉണ്ടാകില്ല. നമ്മളും ആ ക്ഷേത്രത്തിനടുത്തേക്കൊക്കെ പോയി അകത്തേക്കൊക്കെ കയറാൻ ശ്രമിച്ചു. പക്ഷേ ആളുകളെയൊക്കെ പൂർണ്ണമായും അവിടെ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒഴിവാക്കി വിടുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പലരും ഇന്നലെയൊക്കെ ഈ വാർത്തകളെന്ന് അറിയാതെയും മറ്റും കന്യാകുമാരിയിൽ വന്ന നിരവധി ടൂറിസ്റ്റുകളൊക്കെ തന്നെ ഇതിനോടകം മടങ്ങുന്നൊരു കാഴ്ച കൂടി നമുക്ക് കാണാനും സാധിക്കും. കാരണം 3 ദിവസം കന്യാകുമാരിയിൽ പൊതുജനങ്ങൾക്ക് കർശനമായിട്ടുള്ള നിയന്ത്രണമുണ്ട്. പ്രധാനമന്ത്രി 1-ാം തീയതി മടങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും സാധാരണ നിലയിലേക്ക് കന്യാകുമാരിയിലേക്ക് ടൂറിസ്റ്റുകൾക്ക് വരാമെന്നാവുക. അതുകൊണ്ട് ഈ ബോട്ടിംഗ് എന്ന് പറയുന്നത് യാത്രക്കാരെയോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെയോ കൊണ്ടുവരുന്നതല്ല. അത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം അവിടെ കർശനമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ കൂടുതൽ ബോട്ടുകൾ ഈ വിവേകാനന്ദ പാറയിലെ ധ്യാന കേന്ദ്രത്തിന് ചുറ്റും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലക്ഷദ്വീപ് കടൽ, ഈ അറബിക്കടലും അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഒക്കെ സംഗമിക്കുന്ന സംഗമ ഭൂമി കൂടിയാണ് കന്യാകുമാരി. ഇവിടെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷാ വലയം, അത് കടലിലും കരയിലും ഒരുപോലെ സുരക്ഷ ഒരുക്കിക്കൊണ്ടുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരുക്കിയിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി. ഏതായിരുന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല കാറ്റും നല്ല ക്ലൈമറ്റും ഒക്കെയാണ് ഈ പാറയ്ക്കകത്ത്. ഒരിക്കൽ കൂടി എലമീനിലേക്ക് തിരിച്ചെത്താം.